നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. പലരും ജയിച്ചു, അല്ലെങ്കിൽ പലർക്കും റാങ്ക് കിട്ടി, പലർക്കും എലിജിബിലിറ്റി ഉണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ. ഇനി അതില്ലാത്തവർ എന്ത് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. എൻഡ് ഓഫ് ദ വേൾഡോ എൻഡ് ഓഫ് ലൈഫോ അല്ല. നിങ്ങൾക്ക് എന്തായാലും ഈ വർഷം പഠിച്ചു തുടങ്ങി ഡോക്ടർ ആവണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയും മാംഗ്ലൂരുള്ള എനപ്പയാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, KNU, കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റി. ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടികളോട് സംസാരിച്ചു, അതുപോലെ തന്നെ ഫാക്കൽറ്റിയോട് സംസാരിച്ചു, അവിടുത്തെ ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ അതോറിറ്റിയോട് സംസാരിച്ചു. ഇനി അതിൻ്റെ ഡയറക്ടറോട് തന്നെ, കിർഗിസായിട്ടുള്ള ഡയറക്ടറോട് തന്നെ സംസാരിച്ചു. ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഒന്ന്, പ്രൈസ് വൈസിൽ ഇന്ത്യയിൽ കൊടുക്കേണ്ട അത്രയൊന്നും പ്രൈസ് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ആ രാജ്യത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ മറ്റു കാര്യങ്ങൾ, പിന്നെ നമുക്ക് പോയി വരാനുള്ള യാത്രയുടെ ബുദ്ധിമുട്ടില്ല. ഇന്ത്യക്കാർക്ക് അവിടെ വിസ ആവശ്യമില്ല, ഓണറേബിളാണ്. മക്കളെ വേണമെങ്കിൽ അപ്പോൾ പോയി കാണാം നമുക്ക്. പിന്നെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ബന്ധപ്പെടാം. പിന്നെ അവർക്ക് നാട്ടിൽ വരുന്ന സമയത്ത് ഏനപ്പയിലുള്ള അതുമായി ബന്ധപ്പെട്ട പിന്നെ ഹോസ്പിറ്റലിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഇനി അവിടെ തന്നെ 10-12 കിർഗിസ് ഹോസ്പിറ്റലുമായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കാതെ ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾ മക്കളെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അയക്കാമെന്നുള്ളതാണ്. ദുബായിലുള്ള എഡ്യൂഗ്ലൈഡർ എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. ഈ ഒരു നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം. കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവി മാത്രം ഓർത്തുകൊണ്ട് മുമ്പോട്ട് പോവുക.